ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റുകളുമായാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് അപ്ഡേറ്റിലേക്ക് 1998 നവംബർ 8 ജനിച്ച ഇപ്പോഴത്തെ ചെന്നൈ FC താരമായിട്ടുള്ള ഫാറൂഖ് ചൗധരി എന്ന് പറയുന്ന ചെന്നൈ താരത്തെ സ്വന്തമാക്കുവാനായി ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റുകൾ. താരത്തിൻ്റെ കരിയർ ഡീറ്റെയിൽസ് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ്. താരം സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യക്ക് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട്. താരം ചെന്നൈ FCക്ക് വേണ്ടി കളിക്കുന്നത് ലെഫ്റ്റ് വിങ്ങിലാണ്. 1.79 മീറ്ററാണ് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് പറയുന്നത്. ഏതായാലും ഒരു ലെഫ്റ്റ് വിങ്ങറെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ബ്ലാസ്റ്റേഴ്സിന് ഏത് തരത്തിൽ ഇത് ഉപകാരപ്പെടും എന്ന് എനിക്ക് അറിയില്ല. ഏതായാലും നല്ലൊരു സൈനിങ് ആണ് എന്നാണ് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. പുതിയ സീസൺ ഡൂറൻഡ് കപ്പോട് കൂടിയാണ് എല്ലായ്പ്പോഴും ആരംഭിക്കാറുള്ളത്. അപ്പം പുതിയ സീസണായിട്ടുള്ള ഡൂറൻഡ് കപ്പോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പം ഡൂറൻഡ് കപ്പിൽ നിന്ന് പല ടീമുകളും പിന്മാറുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒഡീഷ FC ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. മോഹൻ ബഗാനും അങ്ങനെ റിപ്പോർട്ട് പ്രചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും പിന്മാറുകയാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പുറത്തു വരുന്ന അപ്ഡേറ്റ്സുകളെല്ലാം വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന പല മാധ്യമങ്ങളും കാര്യങ്ങൾ ഏകദേശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എവിടെയും കണ്ടിട്ടില്ലെങ്കിലും പല മാധ്യമങ്ങളും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജുകൾ തുടങ്ങിയുള്ള അത്യാവശ്യം വിശ്വസനീയമായിട്ടുള്ള ഫുട്ബോൾ അപ്ഡേറ്റുകൾ ഇടുന്നവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ISLൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ISL നടക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ AIFF പുതിയൊരു ലീഗ് തുടങ്ങുവാനുള്ള 16 അംഗ ടീം വെച്ചിട്ട് പുതിയ ലീഗ് തുടങ്ങാനുള്ള ഒരു പദ്ധതിയും ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതെല്ലാം കുറച്ച് മുൻപേ ഉള്ള ന്യൂസുകളാണ്, 2 ആഴ്ചത്തോളം പഴക്കമുള്ള ചെന്നിട്ടുള്ള ന്യൂസുകളാണ്. ഇതൊക്കെ പ്രാവർത്തികമാകുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. വീഡിയോ വേണ്ടി സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിച്ച വീഡിയോ പറ്റി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.